പുതുവത്സര ആഘോഷങ്ങളോടനുബന്ധിച്ച് കൊച്ചിയിൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയതായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. തിരക്ക് നിയന്ത്രിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അധിക പോലീസ് അംഗങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. ഇത്തവണ നമ്മൾ 28 പാർക്കിംഗ് സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മാക്സിമം നമ്മൾ വാഹനങ്ങളെ പാർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. കൂടാതെ വണ്ടികൾ പുറത്ത് പാർക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് ഈ പ്രൈവറ്റ് ബസ്സുകളോ KSRTC ബസ്സുകളോ ഓടിക്കാനുള്ള ഒരു സംവിധാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ബസ്സുകാരായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്യും. ഇതോടൊപ്പം കുറേ സ്ഥലങ്ങളിലെ പാപ്പാഞ്ചി ഉണ്ടാവും. തൃക്കാക്കരയിലെ പാപ്പാഞ്ചി ഉണ്ട്. നമുക്ക് പള്ളുരുത്തി ഭാഗത്ത് ഒരു പാപ്പാഞ്ചി കത്തിക്കുന്ന പരിപാടി ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലെ ഇവിടെ മെറൈൻ ഡ്രൈവില്, പുതുവൈ ബീച്ചില്, എല്ലായിടത്തും കുറേ അടുത്ത് ഈ ന്യൂ ഇയറിന്റെ ആഘോഷങ്ങൾ ഉണ്ട്. സോ ഇവിടുത്തെ അല്ലാതെ ബാക്കി സ്ഥലങ്ങളിൽ അതായത് പോലീസ് സ്റ്റേഷന് മറ്റ് സബ് ഡിവിഷനെ മൊബിലൈസ് ചെയ്തിട്ട് നമ്മൾ പോലീസുകാരെ എൻഷുർ ചെയ്യുന്നുണ്ട്. നമ്മൾ ആന്റി സബട്ടേജ് ചെക്കിംഗ് ചെയ്യും. ഇപ്പോൾ ഡോഗ് സ്ക്വാഡ് മറ്റ് ഇവരെ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെക്കിംഗ് നടത്തുന്നുണ്ട്. ആൾറെഡി എല്ലാ ദിവസം ഇന്നലെ ഉൾപ്പെടെ നമുക്കൊരു കോമ്പിംഗ് പോലെ ഓപ്പറേഷൻ നടത്തുന്നുണ്ട്. ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ്, ഡ്രഗ്സിന്റെ എല്ലാം പിടിക്കാൻ വേണ്ടിയുള്ള തെരച്ചിലുകൾ നടത്തുന്നുണ്ട്. അന്നും പ്രോപ്പറായ രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യും. സാധാരണ കഴിഞ്ഞ വർഷം ചെയ്തത് 2 മണി കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വാഹനങ്ങൾ എടുത്തിട്ടില്ല. നമ്മൾ ഈ റോറോല കൂടെ വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത് നിയന്ത്രിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം കൂടെ ഉണ്ടാവും. എക്സാക്ട് ഡീറ്റെയിൽസ് നമ്മൾ 30-ാം തീയതി പറയും. ഇപ്പോൾ സ്റ്റാമ്പിംഗ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് മതിയായിട്ടുള്ള ഒരു ലൈറ്റിംഗ് ഉറപ്പുവരുത്താൻ വേണ്ടി സംവിധാനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കപ്പ് കൂടെ വെക്കുന്നുണ്ട്. മതിയായിട്ടുള്ള ജനറേറ്ററുകൾ വെച്ചിട്ട് ലൈറ്റിംഗ് എൻഷൂർ ചെയ്യുകയാണ്. കൂടാതെ ഗ്രൗണ്ട്സിലെ സെഗ്മെന്റ് ആക്കുന്നുണ്ട്. അപ്പോൾ മതിയായിട്ടുള്ള സെഗ്മെന്റ്സ് ആക്കിയിട്ട് ആണ് നമ്മൾ ആൾക്കാരെ ക്രൗഡ് നിയന്ത്രിക്കാൻ നോക്കുക. ഫോറിനേഴ്സ്ക്ക് സെപ്പറേറ്റ് പെവിലിയൻ 2 സ്ഥലത്തുണ്ട്. വേലി ഗ്രൗണ്ടിലുണ്ടാവും, മറ്റ് പരേഡ് ഗ്രൗണ്ടിൽ കൂടെ ഉണ്ടാവും. പക്ഷേ കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ സ്പെസിഫിക് ഇൻപുട്ട് ഒന്നുമില്ല. പക്ഷെ നമ്മൾ ആവശ്യമുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് നമ്മളെല്ലാം എടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആന്റി സബട്ടേജിന്റെ ചെക്കുകളെല്ലാം നമ്മൾ ചെയ്യും. നാളെ മുതൽ തന്നെ നമ്മൾ ചെയ്തു തുടങ്ങാൻ പോകും. മതിയായിട്ടുള്ള അവിടെ അടുത്തുള്ള ഹോസ്പിറ്റൽസിനെ അലർട്ട് ചെയ്യുകയും മറ്റൊരു മതിയായിട്ടുള്ള ആംബുലൻസുകൾ ഉറപ്പുവരുത്തുകയും അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ സ്ഥലത്ത് ആംബുലൻസ്, ഫയർഫോഴ്സ് തീർച്ചയായിട്ടും ഉണ്ടാവും. നെക്സ്റ്റ് അത് വണ്ടികൾ പോകാൻ വേണ്ടി മതിയായിട്ടുള്ള റോഡ് ക്ലിയർ ആക്കി വെക്കാനുള്ള ഒരു സംവിധാനം പോലീസ് ചെയ്യും. ഒരു മൊബൈൽ ഫോൺ എടുക്കാൻ വന്നേട്ടോ. എറണാകുളത്ത് ഏത് ഷോപ്പിനെക്കാട്ടും ഭയങ്കര വിലക്കുറവിൽ കിട്ടുന്ന ഒരു ഷോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സെന്റ് ഫിലോമിന സ്റ്റോഴ്സ്. വിശ്വാസ്യതയോടെ നമുക്ക് ഫോണുകൾ എടുക്കുന്നതിന് കൂടെ ഫിനാൻസ് സൗകര്യവും അവൈലബിൾ ആണ്. നമുക്കിവിടെ സർവീസ് അവൈലബിൾ ആണ്.